കമലു ഇത് ജൂഹിക്കവളയാണോ മീനാക്ഷി ശേഷാദ്രിയാണോ? ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടായിരി. നിർത്തടാ. 10 ചപ്പാത്തി പരത്താനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരും വന്നിരിക്കുന്നു. ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ. ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി കഥ ഓർക്കും മനുഷ്യ. ഹരിയോ ഗോവിന്ദ്, നീ ഇങ്ങോട്ട് വാ. ഹരിയോ? ഗോപിയേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇരിക്കും, ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാര കാണാൻ വന്നൊന്നുമല്ല. ആദ്യം തന്നെ അതൊന്നും ഓഫി കണ്ണും ചെവിയും കേക്കട്ടെ. അയ്യേ, ന്യൂസായി. ഗോപിയേട്ടാ ഒന്ന് TV ഓഫ് ചെയ്തേ. പോയി ഓഫ് ചെയ്യടി. നീ ഇരിക്കും. എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദേട്ടൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ? തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ. തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത ഒന്ന് വിളിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അല്ല, ഇതിപ്പോ അതവളുടെ അസൂയ കൊണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ 100 വട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം, സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ. കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ. അതൊക്കെ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. എന്നാ അവൻ്റെ കൂടെ പൊടി. കല്യാണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായി. ഇപ്പോഴും പാലക്കാടൻ പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. 10 പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. 10 മാറ്റുള്ള പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് 10 പവന് വേണ്ടി ഈ ചടാക്കിനെ. 10 പവൻ മാത്രോ? ഒന്ന് നിർത്തോ? നീ ഒന്നും മിണ്ടാതിരിക്കടാ. പറ മനുഷ്യ, 10 പവൻ മാത്രാ? പിന്നെ എന്താ തന്നു? 10 സെന്റ് ഭൂമി തന്നില്ല. ഓണം കേറാമൂലയില് 10 സെന്റ് ഭൂമി. അവിടെ നിന്റെ ശവാടൊക്കെ നടത്തും. എന്നെ നിയന്ത്രിക്കല്ലേ നീ? ഞാൻ പറയുന്നത് കേൾക്കും. വേണ്ട. ആ 10 സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് ഓർത്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടങ്ങ്. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ? ഇല്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയിക്കോട്ടെ. പോയി ചപ്പാത്തി പരത്ത് മനുഷ്യ. കറി ഉണ്ടാക്കി വെക്ക്. TV-യിൽ കയറുടങ്ങാൻ സമയം എനിക്ക് കാണണം. ഇവളിങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ടി. വേണ്ട, അവൻ എന്റെ അടുത്ത് കിടന്നോട്ടെ. എന്നെ തൊടണ്ട. പാലക്കാട്ടുകാരൻ പലചരക്ക് വെച്ചോടക്കാരനെ പോയി തൊട്. അങ്ങനെ പറയില്ല ചേട്ടാ. കമലാക്ഷി. കമലു. കമലു, എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല. പകലൊരു നേരം, രാത്രി വേറൊരു നേരം. അയ്യോ, അതെന്താ വിഷമോ? അത് ശരി. മകളെ മോനെ, മോനെ കരയല്ലേ? നാളെ അയ്യോ, അവനെവിടെ? ആ തെണ്ടി എവിടെ? സൂക്ഷിച്ച് സംസാരിക്കുന്നത് സർക്കാർ ഓഫീസാണ്. അതുകൊണ്ട് എന്നാ തെണ്ടിയെന്ന് വിളിച്ചേ? തനിക്ക് എന്താണോ വേണ്ടത്? തനിക്ക് എന്താന്ന്? ഇപ്പൊ അങ്ങോട്ട് ഓടി വന്നില്ല. കള്ളത്തിരുമാരി അവനെങ്ങോട്ട് ഇറക്കി വിട്. നിങ്ങൾ അവനെവിടെ? അവിടെ നിൽക്കേ. താനല്ലോട് വന്ന് കൊല്ലേണ്ടത്. എണ്ണി വാങ്ങിച്ചില്ലേ 10,000 രൂപ സ്ത്രീതായിട്ട്? എന്നിട്ട് ഇപ്പൊ പൊട്ടം കളിക്കുന്നോ? എന്റെ രാമൻ നായരെ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അറ്റ എവിടെ? വെറും 10,000 രൂപയുടെ കാര്യമല്ലേ രാമൻ നായരെ? പോട്ടേന്ന് വെക്ക്. പോട്ടേന്നോ? താൻ കെട്ടോ എന്റെ മോളെ? കാണാൻ തന്നെ പോലെ അല്ലെങ്കിൽ കേട്ടാ. എന്താണ്? ഏയ് വരുന്നു രാമൻ നായർ. കൈ വിടുന്നു. അല്ല സി വന്നാലും പോകുന്ന പ്രശ്നമില്ല. ഒന്നുകിൽ രൂപ അല്ലെങ്കിൽ അവൻ. എന്താ ഇവിടെ? നിങ്ങളാരാ? ഞാൻ ആരാന്നോ?
10,000 ഉറുപ്പിയുടെ കാര്യം. 10,000 റുപ്യയുടെ ഒരു ബില്ല് പാസ്സാക്കി കിട്ടാനുണ്ടെന്ന്. പാലം പണിഞ്ഞ കോൺട്രാക്ടറാ. ബില്ല് പാസ്സാക്കി കിട്ടിയില്ലെങ്കിൽ ഇടിക്കുമെന്ന്. എന്നെ ഇടിക്കാൻ എവിടെ എടുത്തും വളർന്നിട്ടില്ല. അല്ല, ബില്ലിന്റെ കാര്യത്തിൽ കോൺട്രാക്ടർമാർ ഇങ്ങനെയായാലേ ഞങ്ങൾ സ്റ്റാഫുകൾ കുഴഞ്ഞു പോകും സാർ. താൻ എന്താ പറയുക, ബില്ലോ? നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി. നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി പാലത്തിന്റെ ഉദ്ഘാടനം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്തു. കിട്ടാനുള്ള പണം എപ്പോഴായിരുന്നാലും കിട്ടുമല്ലോ. ഈ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. 10,000 രൂപ സ്ത്രീധനായിട്ട്. ശ്രീധനോ? അതെ, പുള്ളിക്ക് ഒരുപാട് ബില്ലുകൾ പാസ്സായി കിട്ടാനുണ്ട്. മാറി കിട്ടാത്തതിന്റെ വിഷമത്തിൽ ആൾക്ക് സ്വല്പം മെന്റലായിരിക്കും. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. സാറകത്തേക്ക് പോയിക്കോ. ഓ, മിണ്ടല്ലേ. താൻ എന്ത് മനുഷ്യനാണോ? സാറിനോടാണ് സ്ത്രീധനത്തിന്റെ കാര്യം പറയുന്നത്. അതിനെന്താ? അങ്ങേര് സ്ത്രീധന വിരുദ്ധ സംഘത്തിന്റെ കേരള ഘടകം പ്രസിഡന്റാണ്. അതെ, പിന്നല്ലാതെ. എന്ന് കാര്യം ഞാൻ എന്റെ പൈസ അവിടെ പോയി ചോദിക്കുന്നു. രാമൻ നായർ വിഷമിക്കരുത്. എത്രയും വേഗം കണ്ണനോട് പറഞ്ഞ് ആ തുക ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. ഇപ്പൊ പോ. ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒരാഴ്ച വീണ്ടും ഞാൻ വരും. മാറും. പോ. രാമൻ നായരെ, ഗോവിന്ദനൊരു വാക്ക് പറഞ്ഞ വാക്കാ. പക്ഷെ അത് പാലിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. പോയോ? വീണ്ടും വരും. കണ്ണാ, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നു കേൾക്ക്. രാധിക പൂർണ്ണ മനസ്സോടെ നിന്റെ കൂടെ നിൽക്കണ്ടേ? നിനക്ക് അവളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഒരു കുടക്കീഴിൽ നടക്കണ്ടേ? കണ്ണാ, നിങ്ങളുടെ ജീവിതം പുഷ്പിക്കണ്ടേ? പറയടാ വേണമെന്ന്. എന്നാ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അവളുടെ മുമ്പിൽ നീ ഇപ്പൊ വെറും ഒരു സീറോയാ. വെരി ബിഗ് സീറോ. അവൾ നോക്കുമ്പോ നീ വെറും ഒരു 10ാം ക്ലാസ്സുകാരൻ പ്യൂൺ. പണമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, സൗന്ദര്യമില്ലാത്തവൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ മനസ്സ് കവരാം. മുക്ര ഇടുവിക്കാം, ഇച്ഛ വരപ്പിക്കാം. എങ്ങനെ? അങ്ങോട്ട് ചോദിക്കേ. ഇങ്ങോട്ട് നോക്ക്. 17 വയസ്സുകാരി 70 വയസ്സുകാരനെ പ്രേമിച്ചിട്ടുണ്ട്. വെറും ഒരു കുഷ്ഠരോഗിയോട് പ്രേമം തോന്നിയ മദാമ്മ അവളുടെ എല്ലാ ഇട്ടെറിഞ്ഞ് അവന്റെ ജീവിത പങ്കാളിയായ സംഭവമുണ്ട്. ഞാൻ കുഷ്ഠരോഗി ആവണമെന്നാണോ? എന്നല്ല, ദിവ്യമായ പ്രേമത്തിന് ഒന്നും ഒരു വിലങ്ങുതടിയല്ല. ദേ, പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പഠിപ്പും പണവും സൗന്ദര്യവും ഒന്നും വേണ്ട. നല്ല പെരുമാറ്റം മാത്രം മതി. അതിനിന്നു മുതൽ നീ പുതിയൊരു കണ്ണനാവണം. ഇല്ലേ ഞങ്ങൾ ആക്കും. രാധിക വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ആക്രാന്തം പിടിച്ച് ഓടി ചെല്ലരുത്. അവൾ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ശപ്പന്ന്. ആ, മറിച്ച് പോകാതിരുന്നാലോ? കാത്തിരുന്ന് കാത്തിരുന്ന് അവളുടെ കണ്ണ് കഴയ്ക്കും, മുഷിയും. വാതിൽക്കൽ കേൾക്കുന്ന ഓരോ മെതിയടി ശബ്ദവും അതെന്റെ കണ്ണേട്ടനായിരിക്കണേ എന്നവൾ പ്രാർത്ഥിക്കും. അപ്പൊ ഠേ എന്ന് വന്നിട്ട് നീ വാതിൽക്കൽ തട്ടുന്നു. ടക് 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 ടക്. അവൾ വാതിൽ തുറക്കും. പരിഭവം ഉണ്ടാവും. അതൊരു സൗന്ദര്യപ്പണക്കം മാത്രം. അപ്പൊ നീ നിന്റെ ഈ 32 പല്ലും കാണിച്ചിട്ടുള്ള ഒടുക്കത്തെ ഇളി ആദ്യം ഒന്ന് നിർത്ത്. ഗൗരവം വിടരുത്. ആ, നോക്കട്ടെ, സ്വല്പം കൂടി ആവാം. ആ, സ്റ്റൈലായിട്ടുണ്ട്. ചോറും വിളമ്പി വെച്ച് അവൾ കാത്തിരിക്കും. നീ വെയിറ്റ് ഇട്ട് സ്വപ്പം നേരം നിൽക്കുന്നു, കഴിക്കാനിരിക്കുന്നു. ഇവനൊരു സ്വഭാവമുണ്ട്, ആർത്തി. വിളമ്പുന്നത് മുഴുവൻ കാണാത്തത് കണ്ടതുപോലെ നക്കി തോർത്തി തിന്നും. അധികം കഴിക്കരുത്. അവൾ അപ്പുറത്ത് നിന്നെ ഒളികണ്ടിട്ട് നോക്കുന്നുണ്ടാവും. ആഹാരം ഓരോ വറ്റുകളായി ഇങ്ങനെ ഇറങ്ങാത്തതുപോലെ ഏതോ ഒരു ദാഹം. അപ്പൊ നീ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. ഇത് ആ ദാഹമല്ല, ആത്മാവിന്റെ ദാഹം. അതവൾ മനസ്സിലാക്കണം. നീ മുഴുവനും കഴിക്കാതെ എഴുന്നേൽക്കുന്നു, കൈ കഴുകുന്നു. അവൾക്കും ഒരാഗ്രഹം കാണും, ഭർത്താവിന്റെ ഉച്ഛിഷ്ടം കഴിക്കാൻ. അധ്യായം 1 കഴിഞ്ഞു. ആ, അധ്യായം 2 ആദ്യ രാത്രി. നിന്റെ വിവരക്കേട് കൊണ്ട് നിന്റെ ആദ്യ രാത്രി നീ കുളവാക്കി. ഇന്നാണ് നിന്റെ യഥാർത്ഥ ആദ്യ രാത്രി. ആ, നീ മണിയറയിൽ കാത്തിരിക്കുന്നു. അവൾ മന്ദം മന്ദം നടന്നു വരുന്നു. അരയന്നത്തെ പോലെ വ്രീളാവതിയായി. എന്താ? എവിടെ? ഇങ്ങനെ ഒന്നും പറഞ്ഞ് ഇവന് മനസ്സിലാവൂലെന്ന്. നീ നോക്ക്, ഞാൻ നീ ഗോവിന്ദേട്ടൻ രാധിക. ഞാൻ കണ്ണൻ, നീ രാധിക. അല്ലല്ല, ഇക്കാര്യത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്കാണ്. എനിക്ക് പിള്ളേർ 2. അപ്പൊ ശരി, ഞാൻ രാധിക. ഇങ്ങോട്ടുണ്ട്. ഞാനാണ് നീ. ശ്രദ്ധിച്ചു നോക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. രാധേ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? മൗനം. വിവാഹത്തെക്കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നുമില്ലായിരുന്നു. കൂട്ടുകാരൊക്കെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ ഓർക്കും, ആരായിരിക്കും എന്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നതെന്ന്. ഒരു സുന്ദര ശില്പം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുനടന്നു. മാർബിളിൽ കൊത്തിയ രാധയുടെ ശില്പം. ആ രാധയെ ഞാൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കണ്ടു. അതെ, ആ മാർബിൾ രാധയാണ് നീ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. എവിടുന്ന് കിട്ടിയതൊക്കെ? ഒരു പഴയ നാടകത്തിൽ നിന്ന്. ഇങ്ങോട്ട് നോക്ക്. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ വികാര തരളിതയായിട്ട് നിൽക്കും. രാധയെന്ന് വിളിക്കും. രാധേ, കുറച്ചുകൂടെ ഉറക്കം വിളിക്കേ. രാധയെ എന്നെന്നും എന്റെ കണ്ണേട്ടാ. കെട്ടിപ്പിടിക്കേ.
ഇതൊരു പൂ പോലെ എന്നെ കോരിയെടുക്ക്. ഇതെന്തോ പൂ തന്നെ പോലുണ്ട്. അയ്യോ, പ്രാക്ടിക്കൽ അല്ലേ? പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ് പോക്കറ്റിത്തരം കാണിക്കുന്ന. നീ കട്ടിലെ കിടന്ന് സൂക്ഷിക്കണം കേട്ടാ. നിന്നെ അപമാനിച്ചത് ഞങ്ങൾ അപമാനിക്കാൻ തുല്യം. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്താ അവന്റെ പേര്? മാധവൻകുട്ടി. ആ, മാധവൻകുട്ടി. അവനോട് ഇപ്പൊ തന്നെ ചോദിക്കണം. മാധവൻകുട്ടി, കുടിച്ചാ വയറ്റി കിടക്കണം. നിനക്ക് എന്റെ ദുഃഖം പറഞ്ഞാൽ മനസ്സിലാവൂല. അവിടെ ഇരിക്കേ. PWD ഓഫീസിലെ ഒരു പ്യൂണിനെ അപമാനിക്കുക. എവനാര്? ശപ്പൻ. ദുഃഖം മറക്കാൻ നീ കുടി കണ്ണാ. ഇങ്ങോട്ട് കൂട്ട്. ഇതെന്തായി കാണിക്കുന്നത്? ഹരി, അവൻ 2 എണ്ണം വിട്ടാലേ ശരിയാവൂ. പണ്ട് മധു ഒരു സിനിമ പറഞ്ഞ പോലെ, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കുടിയാ പറ്റി. ഞാൻ കഴിക്കാറില്ല. കുടിക്കണ്ടെങ്കിൽ വേണ്ട. ആ, പച്ച പാവം. കള്ളു കുടിക്കില്ല, സീട്ട് വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല. അങ്ങനെയുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അത് മറക്കാൻ വേണ്ടി ഞാൻ കുടിക്കും. പോയിനേട്ടാ, ഈയിടെയായിട്ട് കുറെ ഓവർ ആവുന്നുണ്ട്. കമലി ചേച്ചി പോവാൻ പറയാ. കമലി ചേച്ചി അവളെ ഇടിക്കുക. ആ കണ്ണ, ഞാൻ ഇന്നലെയാണ് നിന്റെ വൈഫിനെ ബസ്സിൽ വെച്ച് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച് ആണാണെന്ന്. പിന്നെ ഒച്ച കേട്ടപ്പോഴാണ് മനസ്സിലായത് പെണ്ണല്ലെന്ന്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന് അനാവശ്യം കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ചാണോ നീ പോടാ? നായിന്റെ മോനെ. ഇല്ല ഇല്ല ഇല്ല. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ച് നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? കണ്ണാ, നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ? ഇല്ല. എന്നാ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. 18ാമത്തെ അടവ് പൂഴിക്കടകൻ. ശാരീരിക ബന്ധം. അത് വീഴാത്ത ഒരു പെണ്ണുമില്ല. അതിനാദ്യം തന്നെ അവളൊന്ന് അടുക്കണ്ടേ? ഇതാ ഞാൻ പറയുന്നത്, കള്ളു കുടിച്ചാ ബോധം വേണമെന്ന്. ബോധത്തോടുകൂടി തന്നെ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മര്യാദയ്ക്ക് ചോദിക്കും, തന്നില്ലേ തട്ടിപ്പറിക്കും. അതെ, സമയമാവുന്നു, എനിക്ക് പോണം. അവിടെ നിൽക്കണേ. ഗോവിന്ദത്തെ കാര്യം പറ. എന്നാ തെളിച്ച് പറയാം. ഒറ്റ വഴിയേ ഉള്ളൂ, ബലാത്സംഗം. അമ്മേ, സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യാനോ? പിന്നെ വല്ലവന്റെയും ഭാര്യയാണോ? ജയിലിൽ പോവാടാ, നീ അവനെ നശിപ്പിക്കും. കണ്ണാ, മതം പൊട്ടിയ ആന പോലും തോട്ടി കൊണ്ട് കുത്തിയ അവിടെ നിൽക്കും. പിന്നല്ലേ പെണ്ണ്. ഗോവിന്ദേട്ടാ, ഒരു സംശയം. എന്ത് സംശയം വേണേലും ചോദിച്ചോളൂ. ഈ വിഷയത്തിൽ PhD എടുത്തവനാടാ ഈ ഗോവിന്ദൻ. ഇല്ല, സംശയമൊന്നുമില്ല. എന്നാ ചെല്ല്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ചെല്ല്. ഗോവിന്ദേട്ടാ, ഇങ്ങനെ അതെ. നേരെ ഉച്ചയായോ? ഇല്ല, നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. അമ്പലക്കുളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇയാളുടെ തലക്ക് വെളിവ് വന്നില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ സൈക്കിളിൽ വന്നോളാം. ഇങ്ങോട്ട് ഇറങ്ങണോ? വേണ്ട, ടാക്സി വിളിക്കാം. കണ്ണനെ വിളിക്കടാ. എന്നാ ഞാൻ വിളിക്കാൻ. വിശേഷമൊക്കെ നമുക്ക് വീട്ടിൽ എന്ന് പറയാം.
ഈ സമയം എന്താ എവിടെ ആ കണ്ണാന്റെ വീടാന്നോ? സൂക്ഷിക്കണേ, ഇവിടെ ഒരു കണ്ണാടി. ഓടിക്കോ. എന്തിനാ കുഞ്ഞെ കുളിക്കുമ്പോ കരയണ്ണേ? മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. പാതിരാത്രി ആവുന്നവരെ കള്ളും കുടിച്ച് നടക്കുക ഇങ്ങനെയുണ്ടോ? നിന്നോടാ എന്റെ അമ്മ പറയുന്നത് കേട്ടോ. അടുത്ത വീട്ടിലുണ്ട് ആണുങ്ങള്, നിങ്ങളുടെ മാതിരി മേഞ്ഞ അടക്ക. അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളും ഉണ്ട്, നീ അതുമാതിരിയാ? കാർത്താനിയടത്തിയുടെ ഭർത്താവിന് എന്താ ജോലിയില്ലേ? 5000 ഉറുപ്പിക ശമ്പളമുണ്ട്. അവളൊന്ന് നോക്കിയാ മതി, അയാള് മൂത്രമൊഴിക്കും. അവക്കൊക്കെ കളിയാക്കാൻ ഒരു കാരണമായി. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? തലയിലെടുത്ത് നീ സാഗറിനൊന്ന് കുളിപ്പിക്ക. എനിക്ക് വയ്യ. നിക്കവിടെ കൊള്ളു കുടിച്ച വയറ്റി കിടക്കണം. എനിക്കറിയാം പണ്ട് എനിക്ക് സ്വഭാവം ഉണ്ടെന്ന്. എന്റെ കമലു അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. നിങ്ങൾ കാണിച്ചതോ? നിക്കറ് ഇട്ടോണ്ട് വല്ലവരുടെയും വീട്ടുമുറ്റത്ത് കക്കാൻ പോയതാ? അല്ല, നിക്കാൻ പോയതാ. ഇരിക്കുന്നു. ആര് കണ്ട് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതാ. കുടുംബം മോശാണ്, വേണ്ട വേണ്ടാന്ന്. വേറൊരു മണങ്ങനുണ്ട്, അരി. അരിയല്ല, അരി മനുഷ്യ. അവന് പണിയും തരൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണോ? രണ്ടോ ഇല്ലേ? മോൻ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോ? അല്ല ഹരിയോ, നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗോപിയേട്ടാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ. അവിടെ എന്തെടുക്കുക? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹരി ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. വേണ്ട, ഇപ്പൊ തന്നെ വയറിറച്ച് കുടിച്ച്. ഓ, ഒരു ചായക്കും കൂടിയുള്ള സ്ഥലമില്ലേ നിന്റെ വയറ്റില്? അവിടെ ഇരിക്കടാ. കമലു, എനിക്കും കൂടി ഒരു ചായ എടുത്തോ. ഇപ്പൊ തന്നെ തരാം. പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വേണ്ട, അവൻ ചളവാക്കുന്നു. അപ്പോഴാ ഒരു പുതിയ നമ്പർ, 18ാമത്തെ അടവ പൂഴിക്കടകനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നാറി നാശമായില്ലേ? അടവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മർമ്മത്തിൽ ഏൽപ്പിക്കാതെ എന്റെ തെറ്റാ. മർമ്മത്തിലേറ്റു. അവളെ അവളുടെ പാട്ടിന് പോയി. ചേട്ടൻ കണ്ണന്റെ വീട്ടിൽ പോയില്ലേ? ഇങ്ങോട്ട് വന്നേ. അതെ, കണ്ണൻ ആകെ അപ്സെറ്റ് ആയിരിക്കാം. ആരോടും ഒരക്ഷരം പോലും പറയാതെ അവളെ ഇറങ്ങിപ്പോയിന്ന്. സംഗതി സീരിയസ് ആവുമെന്നാണ് എന്റെ പേടി. നിനക്ക് പെണ്ണുകട മനഃശാസ്ത്രം അറിഞ്ഞൂടാ. എന്തെങ്കിലും മതി പൊട്ടിത്തെറിക്കാൻ. അപ്പൊ ഉടക്കരുത്, പൊട്ടലിന്റെ ശക്തി കൂടും. അത് കഴിഞ്ഞ് പോയ സ്പീഡിലേക്ക് തിരിച്ചു വരും. വരൂ.